ഹലോ ഗൈസ്, ഹലോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ എന്താ ഇവിടെ ആളും പറയുന്നുണ്ട് ഇടക്ക്. ഞാനെന്താ ഇവിടെ? അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളെ കാർ ഫോർ സെയിലാണെന്ന്. കഴിഞ്ഞ വീട്ടിൽ നമ്മളൊരു BMW ഷോറൂം തുടങ്ങിയായിരുന്നു. അടുത്ത ഷോറൂം ഏത് തുടങ്ങണമെന്ന് വെച്ചപ്പോൾ എല്ലാവരും ഓടി പറഞ്ഞായിരുന്നു. ലംബോർഗിനി പറഞ്ഞായിരുന്നു, വിൻറ്റേജ് കാർസ് പറഞ്ഞായിരുന്നു. പക്ഷേ കൂടുതൽ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ലംബോർഗിനിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ലംബോർഗിനിയാണ് നമ്മളിന്ന് തപ്പി നടക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ലംബോർഗിനിയൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യണം. എടാ എൻ്റെ വീട് ഏതായിരുന്നു? എൻ്റെ വീട് കള്ളം കൊണ്ടുപോയി. ഒരു കാര്യം എടാ, എൻ്റെ വീട് അറ്റത്താവണം കേട്ടോ. അവിടെയാണ് എൻ്റെ വീട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് നേരെ ഓഫീസിലോട്ട് പോകാം. എൻ്റെ കയ്യിൽ എത്ര ലംബോർഗിനി ഉണ്ടായിരുന്നു? ഞാൻ അതിൻ്റെ ശേഷം കുറച്ചുകൂടി ലംബോർഗിനി വാങ്ങിയിരുന്നു. നമുക്കുള്ള ലംബോർഗിനി ഒന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് മാർക്കറ്റ് തുറക്കുന്ന ദിവസം കുറച്ചും കൂടി ലംബോർഗിനി നോക്കിയേക്കാം. ഓഫീസ് ഇവിടെ നിന്ന് ലംബോർഗിനി കിട്ടില്ല. ഒരു ലംബോർഗിനി ഇത് നമുക്ക് എന്തായാലും ഇന്നിപ്പോൾ നമുക്ക് ഒരു കാറ് വിൽക്കാനുണ്ടല്ലോ. അതങ്ങോട്ട് വിൽക്കട്ടെ. വെയിറ്റേ, ഇനി ആൾ വരട്ടെ. നമ്മളെ BMW പരിപാടി കഴിഞ്ഞു. ഇനി ഇതിൽ 3 വിൻറ്റേജ് കാർ ഇതിലില്ല. പോർഷെ, ഓടി, ലംബോർഗിനി നമുക്ക് ഇന്ന് തീർക്കണം. അടുത്തപ്പോൾ പോർഷെ ഓടി കമൻറ്റ് ചെയ്തോളൂ. പോർഷയും സ്റ്റോക്ക് ഉണ്ട് നമ്മളിൽ, ഓടിയും സ്റ്റോക്ക് ഉണ്ട്. ഈവൻ സുപ്രയും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. സുപ്ര 3 ഉണ്ട്, മസ്താങ് 3 ഉണ്ട്. പിന്നെ നമ്മൾ പുതിയൊരു വണ്ടി ഇറക്കിയതാണ്, ഡോഡ്ജ് ചാർജർ അല്ലേ ഇത്? ചാർജർ ആണ്. യെസ്, ഐ തിങ്ക് സോ, ചാർജറാണ്. ലംബോർഗിനി നമ്മളിൽ ഉണ്ട്, ഒരു 5 ഇവിടെ ഉണ്ട്. ഒരെണ്ണം നമ്മളെ സ്റ്റോക്കുള്ളതുണ്ട്. ഇനി എടുക്കാം, നമുക്ക് ഒരു 2-3 കൂടെ എടുക്കണം. അത് ടൈം 8 മണിയായി. ഒരു മിനിറ്റ്, ഞാനൊന്ന് ഉറങ്ങിയിട്ട് വരാം. കസ്റ്റമർ വല്ലതും വരുവാണോ? ഇനി വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, നമുക്ക് പോയിട്ട് ഉറങ്ങിയിട്ട് വരാം. ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടാ. പുതിയ വീട്ടിൽ വന്നാലും ഇനി ഉറക്കം വരുള്ളൂ. എനിക്ക് ഉറങ്ങാം അങ്ങോട്ട്. റിസൾട്ട് എൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു കയ്യിൽ? നോക്കിയില്ലായിരുന്നു. കാർ മാർക്കറ്റ് ഉണ്ടോ? ഓപ്ഷൻ ആണല്ലോ ഒന്ന്. 4,80,000 ഉണ്ട് എൻ്റെ കയ്യിൽ. അടേ കൊള്ളാലോ. വിൻറ്റേജ് കളക്ഷനിലോട്ട് പറ്റിയ വണ്ടി എടുത്തിട്ടേക്കാം. 47,000 അങ്ങനെ പറഞ്ഞൂടാ, 35,000. 38 വിൻറ്റേജ് ആയതുകൊണ്ട്. ഓക്കെ, എടുത്തു. ഇങ്ങോട്ട് വർഷം കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു. ഓഫീസിൽ ഇപ്പോൾ ഓപ്ഷൻ എത്ര മണിക്കാ? ഓപ്ഷൻ 3 മണിക്കാ ഓപ്ഷൻ. നമുക്ക് എന്തായാലും ഇത് കയറ്റിയിട്ടേക്കാം വണ്ടി. നമ്മൾ ഫുൾ മോഡിഫൈ ചെയ്തായിരുന്നില്ലേ? അതെ, ഫുൾ മോഡിഫൈ ചെയ്താ. അയ്യോ, തട്ടല്ലേ. ലംബോർഗിനിയാണ്. ലംബോർഗിനി കയറ്റില്ലെങ്കിൽ പണി പാടും. കേറില്ലത്. ഇടിച്ചു കിട്ടണം. അവിടെ എനിക്ക് ഇതുവരെ മറ്റേ ഇതെടുക്കാൻ പറ്റിയിട്ടില്ല. ലംബോർഗിനി എന്ന് പറയുന്നത് നമ്മുടെ ഡ്രീം കാറായ GTR ഇതുവരെ കിട്ടിയിട്ടില്ല. സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമമുണ്ട്. അപ്പം നമുക്ക് ഇതിനൊരു കളർ അടിച്ചേക്കാം. ഒരു പച്ച ലംബോർഗിനി, ഒരു നീല ലംബോർഗിനി. വലിയ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യുന്നില്ല, പെയിന്റ് മാത്രമേ ഉള്ളൂ കേട്ടാ. പെയിന്റ് അടിക്കോ? പോളിഷ് ചെയ്യണം. പോളിഷ് ചെയ്യേണ്ട കാശില്ലേ? ഇത് പോവില്ലേ? ആദ്യം പെയിന്റ് അടിച്ചേക്കാം. വെയിറ്റ്, പച്ച. ആടാ, എന്താ പോവാത്തെ? ഈ വണ്ടിക്ക് ഡാമേജ് ഉണ്ട്. ഷിറ്റ്. പണിയും കയറ്റട്ടെ. നമ്മളെ കടയിൽ കസ്റ്റമർ വന്നല്ലോ. പണിഞ്ഞോ? വണ്ടി ഡാമേജ് പണിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത വണ്ടി പറയാം. പച്ചായി, ചോപ്പായി, ഇനി നീല വേണം. പിന്നെ എന്താ വേണം? കസ്റ്റമർ എത്തിയിട്ടുണ്ട്, അതങ്ങോട്ട് ഒപ്പിട്ടേക്കട്ടെ. ഈ കാർ റിപ്പയർ ചെയ്യാൻ കാശുണ്ടാവില്ല.
പറയാൻ പറ്റി എത്രയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? 40,000. യെസ്, 40,000. നോ സോറി. പൊക്കോ. ഇത് വന്നിരുന്നല്ലോ ഇങ്ങോട്ട്. ഓ, കുറഞ്ഞിട്ടൊക്കെ വരുന്ന 10 മണി. അവിടെ ഒന്ന് നിൽക്കട പെട്ടെന്ന്. പറ, എത്ര തന്നെയാണ് ഉദ്ദേശിക്കുന്നത്? 19. 27,000 കൊണ്ടോക്കോ. നോ, 25,000. ലാസ്റ്റ് എനിക്ക് 23,000 പറയും. പറ്റുമെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ പൊക്കോ, ഇറങ്ങി പൊക്കോ. ഇല്ല, പറ്റില്ല, പൊക്കോ. അടുത്ത ലംബോർഗിനി കൊണ്ടുപോട്ടെ പണിയന്. അല്ല പിന്നെ അവന് വില കൂട്ടും. വിൻറ്റേജ് പറഞ്ഞാൽ വില അറിയത്തില്ല. ഓക്കെ മോനെ, കളറടി, പെയിന്റ് അടി, പാട്ട് പെയിന്റ് എടുത്തു. മെറ്റാലിക് വില അടിക്കാറില്ല. പെയിന്റ് എല്ലാം സെറ്റ്. വണ്ടി കണ്ടീഷനാണോ? വണ്ടി കണ്ടീഷനാണ്. കെട്ടിടം ആ വണ്ടി അങ്ങ് വിറ്റ് പോകുന്നില്ലല്ലേ? ഇപ്പം ക്ലീൻ ആയിക്കോളായിരിക്കും അല്ലേ? വരുന്നുണ്ട് കേട്ടോ, അവൻ ക്ലീനൊക്കെ വരുന്നുണ്ട്. ഞാൻ വണ്ടി ഇരിക്കുമ്പോൾ തന്നെ ക്ലീൻ ആക്കണോ? നോക്കട്ടെ. ഞാൻ വണ്ടി ഇരിക്കുമ്പോൾ അവൻ ക്ലീൻ ആക്കോ? എനിക്ക് കാണണല്ലേ. അയ്യോ, അത് കസ്റ്റമറായിരുന്നാ? അല്ലല്ല, കസ്റ്റമറാണത്. പുതിയ കസ്റ്റമർ. ഓ ശരിയാ, അതിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടാ. കസ്റ്റമർ അല്ല, ലൈക്ക് മറ്റെന്താ, അവൻ ക്ലീനൊക്കെ വരുന്നു. കസ്റ്റമറും കാർസും ഒക്കെ പുതിയ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവർ പാച്ചിനോട്ട് പുതിയൊരു അപ്ഡേറ്റ് ഗെയിമിന് വന്നിരുന്നു. അപ്പൊ നമുക്ക് പുതിയ കാറ് കിട്ടേണ്ടതാണ്. പോയാ ചളി. പോയി ഡാമേജ് പോയി. ലംബോദരൻ ഓർണിഷ്, ലംബോദരൻ അല്ല, ലംബോർഗിനി ഓൺലി ഷോറൂം. മോനെ, നീ എന്നെ കണ്ടാലേ അറിയാം വണ്ടി വാങ്ങിക്ക് വന്നാന്ന്. നീ കൊണ്ടോക്കോ. 20,000 നിനക്ക് തരും. അങ്ങനെ കുറച്ച് പറഞ്ഞ 2,000 എടുത്തോ, അത്രേ ഉള്ളൂ. ഇത് ക്ലീൻ ആണ്. അപ്പോൾ പെട്രോൾ ഫുൾ ടാങ്കി കൊടുക്കാം എല്ലാ വണ്ടിക്കും. എൻ്റെ വണ്ടിയില്ല, അടിച്ചിരിക്കട്ടെ. അടിച്ച് കയറി വാ നോക്കിയാലേ കടറ പേര്. ആൾക്കാരൊക്കെ അങ്ങ് അടിച്ച് കയറി വരട്ടെ. അടുത്ത ഷോറൂം. ഈ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂ? നോ ഇഷ്യൂ. പെയിന്റഡ് 100%, 25%. അതൊക്കെ ഇപ്പം മാറും. റെഡ് ഉണ്ട് നമ്മളതിൽ. പർപ്പിൾ ഇരിക്കട്ടെ. പോളിഷ് മെറ്റാലിക് എന്തോ വേണം ഇനി. കളർ ഉണ്ടാ ക്ലീനിങ് ഒക്കെ അവൻ. നമുക്കുള്ള ഒരു കളർഫുൾ ലംബോർഗിനി ഗാരേജ്, അത്രേ ഉള്ളൂ. ഓക്കെ സെറ്റ്. ഒരു 2 1 2 3 4 കാറ് വേണ്ടി വരും നമുക്ക്. നമ്മളതിൽ എത്ര എണ്ണം ഉണ്ട് ഇനി? അയ്യോ വെയിറ്റ്, നമ്മൾ 2 ഉണ്ട്. നമുക്കൊരു 2 കൂടി വേണം. നമുക്ക് തൽക്കാലം BMW കൊണ്ട് ഓപ്ഷന് പോവാം, അല്ലെങ്കിൽ ഓപ്ഷന് ടൈം എടുക്കും. ഓപ്ഷൻ തുടങ്ങിയോ? അടുത്തൊരു തീരെ ഡ്രിഫ്റ്റിംഗ് ഇല്ലേ വണ്ടിക്ക്? ഞാൻ VIP ഞാൻ അവിടെ നിന്ന് കുറേ കാറൊക്കെ എടുത്തുള്ള. അതുകൊണ്ട് എൻ്റെ കാറ് ഫ്രണ്ടിലിടും. എന്തെങ്കിലും പറയണ്ട എനിക്ക്?
ആ നോക്കി വെള്ളം ഇറക്കിക്കോ. അയ്യോ BMW വേണ്ട, BMW നമ്മളെ പണി കഴിഞ്ഞു. അത് എന്തിനാ കടിച്ചു വെച്ചിരിക്കണം BMW പൊക്കി വെച്ചിരിക്കുന്ന? അന്ന് എടുത്താലേ വേണമെങ്കിൽ പണിയൊന്നുമില്ല അമ്മേ, എടുത്തേക്കാലേ. 43 വേണ്ട വേണ്ട. അല്ല എൻ്റെ 3,20,000 ഉള്ളൂ. ഞാനത് കൊണ്ടുവന്നിട്ട് എന്ത് മാങ്ങ വാങ്ങിക്കാനാണോ? GTR വല്ലതും വന്നിട്ട് എൻ്റെ കയ്യിൽ കാശിനാണ്ട് പോണ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പുതിയ വണ്ടി Audi A3 Audi ഇതെടുത്താലോ? നമുക്ക് ടെസ്റ്റ് നോക്കാലോ. എവിടെ എന്തിനു വിളി വിളിക്കുന്നു അമ്മമാര്? അവിടെ നിർത്തടാ എടാ. എന്റെ പൊന്നെ അമ്മമാര് മുതുവിളി. ആ ഇത് പഴയ കറ സ്കോഡ ഒക്ട, അറിയാലോ. വിയ സ്കോഡ ഓടാ എന്തൊക്കെയല്ലേ. ആ ഓടി ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാണ്ട് വാങ്ങിയതാ. അത് എങ്ങനെ ഉണ്ടെന്ന് അറിയണല്ലോ വണ്ടി. മകട എറീന അവിടെ നിന്ന് വിളിച്ചു പോടേ. ചെരുവന്മാരിത് ആ തീർന്നു. റിസാൻ സെൽവിയെ അവിടെ ഇതിനൊക്കെ എന്താണ് അത്ര വില കുറവ്? സെൽവിയനെ നോക്കട്ടെ കേട്ടാ. ഇതിലൊക്കെ അമ്മരി എന്താ? ആ പോ എണീക്ക് വാ പോവാ. Audi A3 അയ്യോ പെട്രോൾ അടിച്ചാണെങ്കിൽ കണ്ടാ നീസ്. എന്നാലും ഇവരെന്തിരി വാല്യൂ കൊടുക്കാത്ത വണ്ടിക്ക് മോശമായി പോയി. ഓക്കെ നമുക്ക് ലംബോർഗിനി മിസ്സസ് ഒരു ലംബോർഗിനിയും കിട്ടിയില്ല. അല്ല നമുക്ക് ആ വിൻറ്റേജ് കാർ വെക്കേണ്ടി വരും കേട്ടാ. എൻ്റെ കയ്യിൽ ഇനി ലംബോർഗിനി എടുക്കാനുള്ള കാശില്ല. നമുക്ക് ഏതെങ്കിലും കുറച്ച് വണ്ടി വെക്കേണ്ടി വരും. ഈ വണ്ടി നമുക്ക് വെക്കാം. എൻ്റെ കയ്യിൽ പോയിന്റ് ഉണ്ടാ? അയ്യ് രണ്ട് ഇല്ല, പോയിട്ടില്ല. എടാ ഇതെന്തര്? ഓ ഈ സൈഡിലാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റ്. ശരിയായ ലുക്കല്ലേ വണ്ടി. എന്നിട്ട് ഇതെന്തൊരു ഇത് കൊടുക്കാറില്ലെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ പുതിയ വന്ന വണ്ടിയാ കേട്ടാ, പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ള വണ്ടിയാ. ഇവിടെ കിടക്കട്ടെ, വിറ്റേക്കാം. വെബ് വൈറ്റ് അല്ലേ? വൈറ്റ് അയ്യോ പോർഷെ അത് ഇവിടെ ഉള്ളതല്ല. നോട്ട് ഇൻ ഓഫീസ് അയ്യോ അത് നോക്കല്ലേ ഇപ്പോൾ. ആ ഇത് തന്നെ 19. നമുക്കൊരു 30,000 ഇട്ടേക്കാം. നമ്മളെ വിൻറ്റേജ് കാറും വിറ്റേക്കാം കേട്ടാ. ബിക്കോസ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫണ്ട് ഷോർട്ടാണ്. നാളെ ഒരു ലംബോർഗിനി വാങ്ങിക്കാനുള്ള കാശ് എൻ്റെ കയ്യിലില്ല. ആ പണിയുടെ അങ്ങോട്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേണം. ഇപ്പം വന്നിട്ട് അങ്ങോട്ട് പണിഞ്ഞൂടെ? ഈ കാർ അതിൻ്റെ അകത്തേക്ക് കയറണോ? വിൻറ്റേജ് കാർസിൻ്റെ മോളടി തുടങ്ങിയായിരുന്നല്ലേ? നമ്മൾ മറ്റേ സെക്കൻഡ് ഫ്ലോർ എടുത്തിട്ട് അന്ന് തുടങ്ങിയിരുന്നില്ലേ വിൻറ്റേജ് കാർസ്? അതുകൊണ്ട് അത് കുഴപ്പമില്ല. അയ്യോ ഓക്കെ ഇതും വിറ്റേക്കാം.
ഇതിന് എത്ര കിട്ടുന്നു? 71,000. അപ്പൊ 1,00,000 ഇട്ടേക്കാം. മോനെ കഴിക്കോ നീ? ഞാനും കഴുകാം. നമുക്കൊന്ന് ഉറങ്ങിയിട്ട് വരാം. അല്ല, ഉറങ്ങാട്ട് മുമ്പേ മുക്കി വണ്ടി പെയിന്റ് അടിച്ചിടാൻ അവിടെ പണിക്കാരന് നിൽക്കും. ഇപ്പോൾ പണിക്കാരുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ആ ഇല്ല, പോയി. നിന്റെ പണി കഴിഞ്ഞാണോ? അതിൻ്റെ പണി കഴിഞ്ഞു. ഓടി എത്രയും പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ലുക്കാണല്ലേ? കോമ്പസിൻ്റെ ഒക്കെ ഹെഡ്ലൈറ്റ്. ആ 24 മണിക്കൂറുണ്ട് കേട്ടോ പണിക്ക്. ഇത് വിറ്റാലേ എനിക്ക് നാളെ കാർ വാങ്ങിക്കാനുള്ള കാശ് കിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വെക്കുന്നത്. ഓടി 1,00,000 തന്നെ ഇട്ടേക്കാം. മോനെ ഞാൻ പോയി കിടന്ന് ഉറങ്ങിയിട്ട് വരാം. ഉറക്കമാണോ എന്നോട്? ഉറക്കമാണോ? അന്ന് 2ാമത്തെ പ്രാവശ്യം ഉറങ്ങുന്നത്. മാർക്കറ്റ് നാളെ ഓപ്പൺ ആവുകയാണെങ്കിൽ മാർക്കറ്റിൽ എന്തായാലും ലംബോർഗിനി ഉണ്ടാവേണ്ടതാണ്. മാർക്കറ്റിൽ കാണാൻ പോണക്കാട്ടി മുമ്പ് ആ കാറൊക്കെ വിറ്റാലേ നടക്കുള്ളൂ. ആ ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്. ഇത് എടാ ഇതൊക്കെ ലംബോർഗിനി അല്ല പോർഷെ. പൊടി അടിച്ചെടുക്കുന്നു. ആ ഓക്കെ, ഓരോ വണ്ടി എനിക്ക് വന്നല്ല. ഓ രാവിലെ തന്നെ ഒന്ന് അറിഞ്ഞി. വിൻറ്റേജ് വണ്ടിക്കാണോടാ നീ? ഡേർട്ടി. ആ ഡേർട്ടി എന്താ റിമൂവ് ആക്കായിരുന്നു? 58. 38-നെടുത്ത വണ്ടിയാണ്. ഒരു 70 ഇട്ട് ഞാൻ വേണമെങ്കിൽ തരാം. പിന്നെന്തായാലും ഇതിൻ്റെ ഇടക്കിടന്ന് കാണിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ അവനെ. 65,000. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഓക്കെ സെറ്റ് കൊണ്ടോ. ഈ വണ്ടിക്ക് ഇത്ര അട്ടരക്ക് വാല്യൂ ഉണ്ട് കേട്ടോ വണ്ടിക്ക്. 12,000 എടുത്തത്. 15,000 വെക്കാൻ താല്പര്യമില്ല. 15ൻ്റെ മുകളിലേക്ക് ചോദിക്കുകയാണെങ്കിൽ തരാം. 19 അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, കൊണ്ടുപോ. നീ വണ്ടിക്കാരിലുണ്ടോ? ആ വണ്ടിക്കാരില്ല. പെട്ടെന്ന് പോയിട്ട് ഒരു ലംബോർഗിനി മോഡിഫൈ ചെയ്യട്ടെ. സ്ഥലമല്ലേ കയറാൻ. ഒരു വൈറ്റ് കിടക്കട്ടല്ലേ? വെറുതെ പെയിന്റ് അടിക്കാൻ എൻ്റെ ഇനി കാശ് കുറവാ. ഒരു വൈറ്റ് കിടന്നോട്ടെ. അയ്യോ, ഒരു വൈറ്റും വേണം, ഒരു ബ്ലാക്കും. എടാ അടിക്കല്ലേ മൊത്തം പൊന്നു പോനെ. ലംബോദരനാണ്. സെറ്റ് ഫുൾ ടാങ്ക് പെട്രോളാണ്. ഫുൾ ടാങ്ക് ഇല്ല, കുറച്ച് കുറവുണ്ട്, എന്നാലും ഫുൾ ടാങ്കാണ്. അടാ 51,000 ഞാൻ വാങ്ങിയ വണ്ടി നിനക്ക് 50,000 വേണമെന്നാ? ഇറങ്ങി പോണെൻ്റെ കടയിൽ നിന്ന്. ബൈ പ്രൈസ് ഇവിടെ തന്നെ പറ്റിച്ച് കേട്ടോ അവര്. എന്നെ ഷോറൂമിൽ പറ്റിച്ച്. അല്ല, ഓപ്ഷൻ്റെ ആൾക്കാർ പറ്റിച്ച്. ഓടി എത്രയ്ക്ക് ഇത്ര വില ഒന്നുമില്ല. ഓപ്ഷൻ വണ്ടി അതിട്ട് നഷ്ടത്തിലോട്ട് വന്ന്. ഞാൻ എന്തായാലും ആ കാർ മാർക്കറ്റ് വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. മസ്താങ് ഉണ്ട്. ആ ഒരു ലംബോർഗിനി ഉണ്ട്. ഓടി ഈ ഇതെന്തിനു കാണിച്ചു വെച്ചിരിക്കുന്നു മര്യാദക്ക്? എത്രന് തരാൻ പറ്റും? 4 ലക്ഷം. അങ്ങനെ പറഞ്ഞൂടാ. 3 ലക്ഷം. 3,10,000. 3,30,000.
ഇവിടെ ഒരു കാർ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടിട്ട് മറിച്ച് വെക്കണം. അതിന് നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ. അതിന് 4,42,000. വേണ്ട, റീസെയിൽ വാല്യുള്ള വണ്ടി ഇതാ. ഈ മസ്താങ്ക് എത്രയാണ്? താങ്ക് കുറവാ, പിന്നെ അടക്കം. ഇതിന് അത്യാവശ്യം റേറ്റ് കിട്ടും. പക്ഷെ 30,000, 23,000, 25,000. ഓക്കെ, ഇതെത്ര കൊടുക്കുന്നത്? 49,000, 40,000. $12,000 കൊണ്ട് എൻ്റെ കയ്യിൽ. അത് വേണ്ട, പോവാം നമുക്ക്. അപ്പം നമുക്ക് ഒരു ലംബോർഗിനി കുറവുണ്ട് കേട്ടാ. കുഴപ്പമില്ല, നമുക്കത് വെച്ചിട്ട് സെയിലാക്കാം. എന്നാലും ഉണ്ട്, നമ്മൾ BMW വിറ്റിനെക്കാട്ടിയും കൂടുതൽ ലംബോർഗിനി നമ്മൾ എന്തായാലും എടുത്തിട്ടുണ്ട്. ലംബോർഗിനി ഇത് എന്താണ് ഈ വണ്ടി കാണിച്ചിരിക്കണതിന്? ഇങ്ങനെ തന്നെ എടുത്ത് മറിച്ച് വെക്കാം. അതെ, ഈ വണ്ടി ഞാൻ അങ്ങനെ ഇടുന്നില്ല, സ്ഥലം പോകും. എടുക്കട്ടെ. $74,000, 1,00,000. ഹലോ പറഞ്ഞ അതിൽ കളിക്കുന്ന റേറ്റ് അല്ല, അത് ജസ്റ്റ് ഏവറേജ് റേറ്റ് ആണ്. അതിനെക്കാട്ടിയും കിട്ടും എന്ന് പറഞ്ഞായിരുന്നു ഒരു ബ്രോ മറ്റേ കമന്റിനകത്ത്. ഇതിൽ പെയിന്റ് അടിക്കാൻ പോലും ഒന്നുമില്ല. നൈസായിട്ട് മറിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞായിരുന്നു നമ്മളിനി ക്ലീൻ വണ്ടികൾ മാത്രമേ വെക്കുള്ളൂ, പക്ഷേ നമ്മളല്ലെങ്കിൽ ഇപ്പൊ കടം കയറും പോയിട്ടില്ലെങ്കിൽ. ഓക്കെ, എത്രയാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ 40,000 എടുത്ത വണ്ടിയെന്ന് ഞാൻ പറയില്ല. 70,000, 80,000. അത്രേ ഉള്ളൂ, പോയി ക്ലീൻ ആക്കിയിട്ട്. ദിസ് ഈസ് ബിസിനസ്. എടാ, ഈ വണ്ടിക്ക് എന്തൊരു പറ്റിയെന്നാലും? വാട്ട് ഹാപ്പൻ ടു മൈ വണ്ടി? അയ്യോ, വണ്ടി വർക്ക് ചെയ്യുന്നില്ല. അടിച്ചു പോയി ഗൈസ്, ആ വണ്ടി അടിച്ചു പോയി. അപ്പോൾ കറക്റ്റ്. അപ്പോൾ 3, 4, 5 വണ്ടിയാവും. അപ്പോൾ എടാ ഒരു വണ്ടി ഉണ്ടോ? 5 അല്ല 6, 7 വണ്ടി ഉണ്ടാവും. ഇത് ഇവിടെ ഒരു 5ഉം 7 വണ്ടി ഉണ്ട്. പക്ഷെ ഒരു വണ്ടി എന്തോ പ്രശ്നമായി പോയി കേട്ടാ, എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ലംബോർഗിനി പോയേ. വേടാ, കസ്റ്റമർ വരുന്നുണ്ടല്ലേ. അവൻ്റെ ഇടക്ക് അതിൻ്റെ ഇടക്ക് അവൻ്റെ ചെറിയ റേറ്റും കൊണ്ട് വന്നിരിക്കുന്നത്. അടിച്ചവൻ്റെ 25,000. 30,000. 25,000 ഞാൻ അടുത്തതാ. 45,000, 30,000. വെയിറ്റ് ചെയ്യണേ. there is some damage. ഡാമേജ് ഉള്ളതുകൊണ്ടാണ്. 42,000 വേണ്ട, 44,000, 42,000. കൊണ്ടുപോയി. നമുക്കൊരു വണ്ടി. ആ ലംബോർഗിനി എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ഒന്ന് ഇറങ്ങിക്കയറി നോക്കിയാൽ ചിലപ്പോൾ ശരിയാവേണ്ടതാണ്. അവിടെ റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റിപ്പയർ You can open a skill for low price repair. Sorry, സാധനമല്ല. റിപ്പയർ പ്രൈസ് ഇവിടെ
അവിടെ ഇവ എന്ത് പെട്ടെന്ന് റിപ്പയർ ചെയ്ത് കഴിഞ്ഞേ. ഈ വണ്ടി എനിക്ക് ബ്ലാക്ക് അടിക്കാം. അവനെ ബ്ലാക്ക് അടിക്ക്. ഓക്കെ, $20,000. എടാ ഇത് എന്തിനാ ഇങ്ങനെ കൂടി അടിച്ചെടുക്കുന്നത്? ഓക്കെ, നമുക്ക് ഈ ബ്ലാക്കിന്റെ തിളക്കം നമുക്ക് അതിൻ്റെ അകത്ത് പോയിട്ട് കാണാം. ഇത് പക്കാ ഡ്രിഫ്റ്റ് വണ്ടി കേട്ടാ. ഈ വണ്ടി തൊടുമ്പോ തന്നെ ഒന്ന് കറങ്ങുന്നു. ഇതൊന്ന് കഴുകി നോക്കട്ടെ. ഓ, തിളങ്ങി. അവൻ ചമ്മിപ്പോയി കേട്ടോ വന്നിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആ വണ്ടി ലാസ്റ്റ് ട്രൈ ചെയ്യുന്ന രീതിയിൽ നോക്കേണ്ടി വരും. ഞാൻ ഒന്ന് സേവ് ഒന്ന് ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വർക്കായ രക്ഷപ്പെട്ട്, വർക്കായില്ലെങ്കിൽ ആ വണ്ടി പോയി. ഒരു $3-4 ലക്ഷം പോയി കിട്ടി. അത്രേ പറയാൻ പറ്റൂ, അല്ലാണ്ട് ഒന്നും പറയാൻ പറ്റൂല. ശരിയായ മതിയായിരുന്നു. ശരിയാവുകയാണെങ്കിൽ ഒരു വണ്ടി കൂടി ഒപ്പിക്കണമല്ലോ. ഒരു വണ്ടി നമ്മൾ ഇനി എവിടെ നിന്ന് ഒപ്പിക്കും? അവിടെ ഈ വണ്ടി പോയി. അപ്പോൾ ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്കിന്ന് ഇത്ര വണ്ടിയുള്ളൂ. നമുക്കെന്തായാലും നമ്മളെ BMW കൂടുതൽ വണ്ടികളുണ്ട്. ഓഫീസ് ഈസ് ക്ലോസ്ഡാ. നമുക്കപ്പോൾ എല്ലാ കാറും വിൽക്കാനിട്ടാലോ? എത്ര $? കിട്ടും? നിങ്ങൾ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യട്ടെ. നമുക്ക് ഈ വണ്ടിയൊക്കെ വിറ്റ് കഴിഞ്ഞാൽ എത്ര $? കിട്ടുമെന്ന്. വീഡിയോ കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാൻ നിൽക്കരുത്, ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യണം. അത് ഫോൾ അടിക്കരുത്. അതായത് ഈ വണ്ടി ഇല്ല, 1 2 3 4 5 വണ്ടി. ഈ 5 വണ്ടി മാത്രം. ഇത് നമ്മളെ വണ്ടിയാണ്. ഓക്കെ, ഞാൻ ഓരോ കാറായിട്ട് വെക്കാനിടുന്നുണ്ട്. എത്രയാണ് ഇതിനൊക്കെ റേറ്റ്? ഇത് ചോപ്പ് നമ്മളെ വണ്ടി. ബ്ലാക്ക് 5,46,000. നമുക്ക് ഒരു 7 ലക്ഷം വെച്ചിട്ട് എല്ലാ വണ്ടി കൂടാം. മോനെ മുതുക്ക് റേറ്റ് ആണ് കേട്ടാ. ഡിലീറ്റ് ആക്കരുത്, നിങ്ങളുടെ ചാറ്റ് ഡിലീറ്റ് ആക്കരുത്. എടാ കള്ളന്മാരെ, ഡിലീറ്റ് ആക്കിയ പ്രശ്നമോ? ഇതെന്താ? ഓ, ഇതിനും 7 ലക്ഷം. ഓട്ടം നീ എടുക്കുന്നില്ല. നീല വണ്ടി. ഓ, അതിന് കുറച്ച് കൂടുതലാണല്ലോ. അയ്യോ, $0 വിൽക്കാട്ട്. ഞാൻ ഏതെങ്കിലും വണ്ടി $0 വെക്കാട്ടാ. ഏതോ വണ്ടി $0 വെക്കാൻ. ഇതെന്താടാ? പാർക്ക് ദ വെഹിക്കിൾ അറ്റ് സെല്ലർ ഓഫീസ്. ഓ, അങ്ങനെയാണ്. ഈ കറുപ്പ് ഞാൻ 7 ലക്ഷത്തിന്, പച്ച ഇട്ടിരിക്കുന്നതും 7 ലക്ഷത്തിന്, നീലിട്ടിരിക്കുന്നത് അയ്യോ സൈഡിൽ കാണിക്കൂലേ എമൗണ്ട്, 8 ലക്ഷത്തിന്. ചുവപ്പ് വെക്കാണ്ടതല്ല. പർപ്പിൾ 7 ലക്ഷം. പിന്നെ ഏത് കളറുള്ളത്? ഉണ്ടാവല്ലോ. അവിടെ ഇത് 2 റെട്ടാ. ഇതെന്റെ റെട്ട്. 1. ഓ, വൈറ്റ് ലംബോർഗിനി 7 ലക്ഷം. പിന്നെ ഏതാ ഉള്ളത്? 5 വണ്ടി ആയില്ലേ? 1 2 3 4 5 വണ്ടി. ഓക്കെ, 5 വണ്ടി. അപ്പോൾ നമ്മൾ സെയിലിനിട്ട് ഇവിടെ ആൾക്കാർ വന്ന് ഒരു വണ്ടിക്ക് ഒരാളുള്ള. ഓ, മതി, സന്തോഷം. നമ്മൾ എത്ര നോക്കാട്ടത്? 7 ലക്ഷം. 7 ലക്ഷം. സോറി, ബാർഗെയിൻ 6 ലക്ഷം.
പൊട്ടിയായതുകൊണ്ട് ഞാൻ അവസാനം ഒരു 570. ഇല്ല പൊക്കോ, സോറി താല്പര്യമില്ല. കണ്ടത് വിറ്റ് കഴിഞ്ഞ് ഞാനൊരു 20 ലക്ഷം ഉണ്ടാക്കും. ഞാൻ 3,86,000 മാർക്കിൻ 4,70,000. 2,80,000 എടുത്തത് ഈ വണ്ടി. നാൽക്കൊരു 4,50,000. അത്രേ ഉള്ളൂ. കൊണ്ടോക്കും മോനെ. അവിടെ അടുത്ത ആൾ വന്നു. കറുപ്പ് വണ്ടിക്ക് കറുപ്പ് ഷർട്ട് ഇട്ട് വന്നിരിക്കുന്നു. ഏതാ ആളീ വണ്ടിയും കൊണ്ടേ പോളുന്നിട്ട് വന്നിരിക്കുന്ന ആള് കേട്ടാ. ബാർഗെയിൻ 6 ലക്ഷം. ഏടാ ഞാൻ പറഞ്ഞില്ലേ കറുപ്പ് ഡ്രസ്സ് ഇട്ട് കറുപ്പ് വണ്ടി എടുക്കാൻ വന്നിരിക്കും അവൻ. നെക്സ്റ്റ് 4,38,000 ബാർഗെയിൻ 5,20,000. 5 ലക്ഷം ലാസ്റ്റ് പ്രൈസ്. ഇനി നിന്നെ കിക്കടിക്ക് കൊടുന്നു. എടുത്തവൻ പറഞ്ഞപ്പോൾ പേടിച്ച് അവനെ തട്ടിക്കളയെന്ന് പറഞ്ഞപ്പോൾ കടയിൽ നിന്നേ പുറത്താക്കുന്ന പറഞ്ഞു. 5,55,000 6,20,000 എടുക്കും. എനിക്കറിയാം, കണ്ടാലേ പറയും എടുക്കുന്നു. അല്ല ഒരു രണ്ടും കൂടിയും ബാക്കിയുണ്ടല്ല, പോയിക്കൊണ്ടു ഉറങ്ങിയിട്ട് വരാം. അപ്പത്തിന് ആ വണ്ടിക്ക് പോകണം. പെട്ടെന്നായിക്കോട്ടെ. എടാ ഇപ്പൊ തന്നെ എൻ്റെ കയ്യിൽ 22 ലക്ഷമായി. ഞാൻ വിചാരിച്ച വണ്ടി വിചാരിച്ച് മൊത്തം വിറ്റാൽ 20 ലക്ഷം കിട്ടുന്ന. അതിൻ്റെ ഇരട്ടിയല്ല, ഒരു 27 26 ലക്ഷം ആയിരിക്കും കഴിയുമ്പോൾ. 26ൻ്റെ മുകളിൽ പോകും കേട്ടോ. 27 പിടിക്കും. ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇന്നത്തെ ഓപ്ഷൻ കൂടി കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, ഓപ്ഷൻ എത്ര മണിക്കാ? 5 മണിക്കാണ് ഓപ്ഷൻ. പിന്നെ ആള് വരാണ്ടല്ലോ. അപ്പോൾ നമ്മൾ ലംബോർഗിനിൻ്റെ അടുത്ത് മാറ്റി അവളിൻ്റെ ഒപ്പം കൊണ്ടുപോയിട്ടുണ്ട്. അടുത്തത് ഏത് വേണം? ഓഡി ഓർ പോർഷെ? സൂപ്പർ ഉണ്ട്. മസ്താങ് ഉണ്ട്. ചാർജർ അധികം അല്ല എൻ്റെ കയ്യിൽ. മസ്താങ്ങും സൂപ്പറും 3 ഉള്ളു കേട്ടാ. ഒരു മിനിമം ഒരു 6 കാറെങ്കിലും വേണം. 5 പാർക്ക് ചെയ്യാനും വിൽക്കാനും 1 നമുക്ക് കറക്കിയിടാനും. അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശം. ഇതൊരു ആങ്കുടി കാർ മാർക്കറ്റ്. ഇത് മാത്രമേ ഉള്ളൂ. നമ്മളെ വണ്ടി കുറച്ച് ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് ഓടിച്ചിട്ട് വരാം. 5 മണിയോ ആ കസ്റ്റമർ വന്നാ വർക്ക് ചെയ്ത് കൊട്ടടിക്കാൻ പറ്റുമോ? ഫുള്ളായി. വരും വന്നാല് എന്നിട്ട് കഴിക്കാം. എടാ എന്നെ കൊണ്ടുവന്ന് അത് വെള്ളം ഇവിടെ ടൈം എടുക്കുന്നു. അതുകൊണ്ട് നമുക്ക് 2 പൈപ്പിട്ട് 2 വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇത് സിമ്പിളായി കഴിഞ്ഞിട്ട് ഈസിയാണ്. എടാ മതിയടാ. എടാ നിർത്തടാ. എടാ ഇങ്ങനെയാണ് അവൻ ക്ലീൻ ചെയ്യുന്നത്. കടയിലെ ആളോ നിൽക്കുന്നു. അവനിവിടെ വണ്ടി കുളിപ്പിക്കുന്നു. ഓക്കെ, ഈ ചേച്ചിയുടെ നല്ലൊരു വണ്ടി എടുത്തത്. അത് 2 ആൾക്കാരുടെ വില വയ്ക്കട്ടെ. എത്രയാണ്? 5,66. വെയിറ്റ് ചെയ്യണേ. ചേട്ടൻ എത്ര? ആ ചേച്ചി 5,66 പറഞ്ഞു. അപ്പോൾ പോയിക്കോ. ഒരു 5,66 പറഞ്ഞത്. ഒരു 6,50 ചോദിച്ചോക്കാം. കിട്ടിയാ കിട്ടി. ഈ ചേച്ചി എന്തായാലും വണ്ടി കൊണ്ടുപോയി. ഉറപ്പിച്ചോ? എടുത്തു അല്ലേ? ഈ പ്രൈസിന് എടുക്കുന്ന എടുത്ത്. എടാ 29 ലക്ഷം. അപ്പം നമ്മൾ ഈ വണ്ടി ഇവിടെ നിന്ന് ഇറക്കി
അവിടെ കൊണ്ടുപോയിടുകയാ. പറയ്ക്കുടിക്ക് ചെറുതായിട്ടൊന്നും അറിഞ്ഞേട്ടാ. ഓക്കെ, അപ്പോൾ നമ്മൾ BMW ഒപ്പം അടുത്തൊരാളും കൂടി ആയിട്ടുണ്ട്. നമ്മൾ വണ്ടി വിറ്റ കേസിൽ ഇനി നമുക്ക് എന്താ ഉള്ളത്? ഇനി നമുക്കൊരു സൂപ്പർ മോഡിഫൈ ചെയ്തല്ലോ. 5 മണി വരെ ടൈമുണ്ട്. പോർഷെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്, ഓടി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. സൂപ്ര നമുക്ക് നല്ല വണ്ടി ഏതാ നോക്കട്ടെ. ഇത് 1,37,000 ഓടിയിട്ടുണ്ട്. ഇത് 32,000 ഓടിക്കുള്ളൂ. 55,000 57,000. നമുക്ക് ഈ വണ്ടി എടുക്കാം. ഇത് കുറവ് ഓടിക്കുള്ളൂ. നമ്മളടിക്കാത്ത പെയിന്റ് ചെയ്തൊക്കെ പച്ച അടിച്ച് പച്ചടിച്ച് ചുവപ്പടിച്ച് വൈറ്റടിച്ച് നീരടിച്ച്. സൂപ്രക്ക് നമുക്ക് ഈ സ്റ്റാറ്റ് സൂപ്ര ഓറഞ്ച് അടിക്കാം. അവിടെ ഇതിനെന്താ പെയിന്റ് അടിക്കത്ര വില കുറവ്? ഗോൾഡാ ഓറഞ്ചാ? വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഓക്കെ, തുടങ്ങി നിൽക്കും. നോക്കിയേ, 12:12 സമയം. ഞാൻ ബിഗ് ബോസ്. ഓക്കെ, അതും സെറ്റായി. നമ്മൾ സൂപ്രയും കൂടി അവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ പകരം ലംബോർഗിനിയുടെ പകരം നമുക്കൊരു മസ്താങ് കൂടി വേണമെങ്കിൽ പണിയാം. നമുക്ക് ടൈമുണ്ട് കുറച്ചും കൂടെ. ഓപ്ഷനൊക്കെ തോന്നണുണ്ട് ഇതിൽ കിട്ടുക. ഇത് 61,000 ഓടിയിട്ടുണ്ട്. 1,00,000. 61,000 1,00,000 8,000 ഓടി വണ്ടി. ഇത് മതി. മസ്താങ് യെല്ലോ മതി. ക്ലീൻ ചെയ്തിട്ട് അടിക്കാം. ഓ, ബ്ലാക്കിൽ എന്ത് ലുക്കടാ. ഇവിടെ ബ്ലാക്ക് തന്നെ മതിയാടാ. അത് വേണ്ട, മാറ്റണ്ട. ഓ, ഞാൻ സൂപ്പർ ഇതിൻ്റെ അകത്തേറ്റ് പണിഞ്ഞില്ല. ഓക്കെ, സെറ്റ്. ലൈറ്റ് വീല് അതിന് തന്നെ മതി. കാലിപ്പർ ഓക്കെ. മോഡിഫിക്കേഷൻ എന്തായാലും മിറർ വേണ്ട. ബ്ലാക്കടിച്ച് അതിരിക്കട്ടെ. വെറൈറ്റി ആണ്. കിറ്റ് ഡിഫോൾട്ട് കിറ്റ് അതിലിരിക്കുന്നത്. എനിക്ക് റേസിംഗ് കിറ്റ് പറ്റാം. വണ്ടി അങ്ങോട്ട് പവർ ആവട്ടെ. ചാടി നിൽക്കണം. വണ്ടി താത്തിയല്ലേ? താവട്ടെ അങ്ങോട്ട്. വീണ്ടും താവട്ടെ അങ്ങോട്ട്. ഓക്കെ, സെറ്റ്. മുസ്താങ് ഡൺ. ഓ, ഏതല്ലേ? പക്ഷെ വില കുറവാടാ അതില്. അത് വിഷമം. വണ്ടി പോയി. അയ്യോ, പിടിച്ചിരുന്നവൻ. സൗണ്ട് കേട്ട് ഫോണിട്ട് ഇതാ വരുന്നത്. എടാ മോനെ, മുസ്താങ് കേട്ട പിള്ളേറ്റ് ലുക്കപ്പോ. ഈ ലംബോർഗിനി കൊണ്ട് ഓപ്ഷൻ ഇപ്പൊ
ടൈമുണ്ട് 5 മണിയാവണൊക്കെ. എൻ്റെ പഴയ വീട്. ഇവിടെ എന്തോ വെക്കാൻ പറ്റില്ലേ? കമ്മിങ് സൂൺ. എന്തോ പുതിയ വരുന്നുണ്ടല്ലോ. സെൽ ഓൾ. 2000 $1900 സാധനം പറ്റി. അയ്യോ ടൈമായി. അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്തണം. 1/2 മിനിറ്റാണ് ശരിക്കും അത്. ഓ ക്ലോസ് കോൾ. എത്തി. ഓ എന്റെ ലംബോർഗിനി പൊളിഞ്ഞ്, സൈഡ് പൊളിഞ്ഞതിന്റെ പണിക്കറ്റം. ഓ സൂപ്പർ ആവശ്യം ഉണ്ടായിരുന്നു. സൂപ്പർ എടുത്തേക്കാം കേട്ടാ, അടുത്ത വീഡിയോക്ക് ആവശ്യം വരും. ഇവരെന്താടാ കാണിച്ചിരിക്കണ വീല്? ഒരു മയല്ലടേ. അയ്യേ ഞാനോ 4800 ആരൊക്കെ എടുത്തിട്ട് കൊണ്ടുപോ. ജന്ന, ഗ്രേറ്റൽ, പുതിയ പേരൊക്കെ വന്നു തുടങ്ങി കേട്ടാ. ഷീല, അയ്യേ, ഷെറി, നിക്കോളിന, ടെറി, ഒലിവിയ, ഫ്രെഡ. ഫ്രെഡ ഉണ്ട്. ഓ എടോ റാപ്റ്റർ, ഫോർഡ് ഫാപ്റ്റം. ഇതെടുത്ത് പുതിയ വണ്ടി, പുതിയ കളക്ഷൻ ആവണം കേട്ടാ. ഈസി. അയ്യോ വേണ്ട. ഔഡി എത്ര വിഷയം. അത് 1 ഓഫ് 1 ആണോ? അല്ല, നമുക്ക് റാപ്റ്റർ ഓടിച്ച് പോവാം. ഇത് റിപ്പയറിനേറ്റ് വണ്ടി. അടി പൊളിഞ്ഞി. അയ്യോ 2 കാർ എടുത്തായിരുന്നേ. പണിയൊന്നുമില്ല. എന്ത് വലിപ്പാടത്? ആനേ വണ്ടി കൊള്ളാം, ഇഷ്ടപ്പെട്ടു. സ്പീഡില്ലെന്നുള്ളൂ, നമുക്കിപ്പോൾ മോഡിഫൈ ചെയ്ത് സെറ്റ് ആവുന്നേ ഉള്ളൂ. ഇവിടെ കിടക്കട്ടെ. എൻ്റെ ലംബോർഗിനി ഒന്ന് പണിക്കേറ്റിയാട്ടെ. ഓക്കെ, പുതിയ കാർസൊക്കെ ഇപ്പോൾ വരുന്നുണ്ടെന്ന്. സ്കിൽ പോയിന്റ് ഇത് വെച്ചിട്ട് ഇതൊന്നും ആവാമല്ലോ. ഒന്നാവില്ല, 2 വേണം. അവിടെ സൂപ്പർ നോക്കടാ. എന്നാലും ഇതടാ ഇതൊക്കെ. ഈ വണ്ടി 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂടാ. എന്തോ ടയറൊക്കെ ഇരിക്കുന്നു. ഇതാക്കണ നമ്മളെ മെയിൻ വണ്ടി, നടുക്കെടുക്കുന്ന വണ്ടി ഇതാക്കണ. പറയണം കേട്ടോ നിങ്ങൾ. ഇതിന് സ്പോയിലറൊക്കെ ഉണ്ട്. സ്പോയിലറൊക്കെ എങ്ങനെയാ വെച്ചത് ഇതിന്? മോഡിഫൈ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് വേണം കേട്ടാ. ഇതാക്കണ മെയിൻ വണ്ടി, അല്ലെങ്കിൽ ആ ഓറഞ്ച് തന്നെ. ഇത് പെയിന്റ് അടിക്കുവാണെങ്കിൽ ഇത് പെയിന്റ് അടിച്ച സെറ്റ് ആവും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത്ര ഉള്ളൂന്നല്ല, 3/4 മണിക്കൂറായി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നമ്മളെ വണ്ടറ പണി കഴിഞ്ഞതാണ്. അതിവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ വീഡിയോ അങ്ങ് നിർത്തുവാണ്. നിങ്ങൾ ലൈക്ക് അടിക്കണം കേട്ടോ. ലൈക്ക് അടിക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക. ഇനി അടുത്ത വണ്ടി ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. പുതിയ വണ്ടിയൊക്കെ വരും. നമുക്ക് കാർ മാർക്കറ്റിലൊക്കെ ആയിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പുതിയ വണ്ടികൾ വരുന്ന ദിവസങ്ങളിലൊക്കെ കാണാം. പുതിയ അപ്ഡേറ്റ് ഒക്കെ ഇനിയും വരുന്നുണ്ട് വേണം. അപ്പോൾ അതിൽ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ബൈ എല്ലാവർക്കും. ടാറ്റാ. Again, thank you for watching the video. Bye bye. Ta-ta.